എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് തടസ്സമില്ല. ഹൈക്കമാൻഡ് അനുവദിച്ചാൽ ഞാൻ മത്സരിക്കും. പറയുന്നത് അടൂർ പ്രകാശാണ്. അദ്ദേഹം ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്നുള്ള ഒരു MP-യാണ്. എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്? ഈ രാഷ്ട്രീയ നേതാക്കളുടെ അഹങ്കാരം അല്ലാതെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? കാരണം ഇപ്പോൾ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അറിവിൽ തന്നെ 3 പേരായി. ഒന്ന് അടൂർ പ്രകാശ്, മറ്റൊന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ KPCC പ്രസിഡന്റിന്റെ പദവിയിൽ നിന്നും മാറുമ്പോൾ എനിക്ക് ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസഭയിലെ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ എനിക്ക് നൽകാമെന്ന് പറഞ്ഞുവെന്ന് അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ചർച്ച നടക്കുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. ശശി തരൂർ രാജിവെക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 MP-മാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെയും ഒന്നിലധികം നേതാക്കളുണ്ടല്ലോ. ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല നേതാക്കളും നാം കണ്ടിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കും. സംസ്ഥാനത്തിലേക്ക് അധികാരം ലഭിക്കുമ്പോൾ അവിടെ കെട്ടിയിറക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അത് മധ്യപ്രദേശിൽ കണ്ടു, കമൽനാഥ് അല്ലേ. പിന്നീട് നാം ഗെലോട്ടിനെ കണ്ടു രാജസ്ഥാനിൽ. ആ രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയെ ചുറ്റും നിൽക്കുന്നവർക്ക് സംസ്ഥാനത്ത് ഭരണം കിട്ടുമ്പോൾ പ്രത്യേക പദവി ലഭിക്കും. അത്തരമൊരു രീതിയിലാണ് KC വേണുഗോപാൽ നിൽക്കുന്നത്. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോൾ ആലപ്പുഴയിലെ MP കൂടിയാണ്. അദ്ദേഹവും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിനും രാജിവെക്കേണ്ടി വരും. പിന്നീട് നാം ഈ പാലക്കാട് ഇലക്ഷന് പിന്നാലെ ഉയർന്നു കേട്ട പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ ഉയർന്നു കേട്ട പേരാണല്ലോ ഷാഫി പറമ്പിലും പല സുപ്രധാന പദവികളും അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പേര് ആന്റണിയാണ്. അദ്ദേഹം ഇക്കാലത്ത് കുറച്ചുനാൾ മുമ്പ് വരെ KPCCയുടെ പ്രസിഡന്റിന്റെ പദവിയിലേക്ക് ഏറ്റവും അധികം പരിഗണിച്ച ഒരു പേരായിരുന്നു. അദ്ദേഹത്തെ മറികടന്നാണ് പിന്നീട് സണ്ണി ജോസഫ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ, കോൺഗ്രസിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ചിലപ്പോൾ ഒരു പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങളാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ ആയിരിക്കുന്നത്. നാം ഒരു നേതാവും വേണ്ട. ഈ ഇടക്കാലത്ത് നമുക്കറിയാമല്ലോ, K മുരളീധരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വട്ടൂർക്കാവിലെ MLA ആയിരുന്നു. അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നു. പിന്നെ പല പാർട്ടികളും സഞ്ചരിക്കുന്നു, NCPയിൽ പോകുന്നു, LDFന്റെ സഹായം തേടുന്നു. പിന്നീട് ഏറ്റവും അവസാനമാണ് കോൺഗ്രസിലേക്ക് കടന്നു വരികയും അതിനുശേഷം പറഞ്ഞ് 2 രൂപ മെമ്പർഷിപ്പ് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച. അതിനുശേഷം അദ്ദേഹം മത്സരിക്കുന്നത് വട്ടൂർക്കാവിലാണ്. അദ്ദേഹം 2011 മത്സരിച്ച് അതിനുശേഷം മികച്ച രീതിയിൽ അവിടെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും ഈ അധികാരത്തിന്റെ വ്യാമോഹവുമായി രംഗത്ത് വരുന്നു. വടകരയിലേക്ക് വണ്ടി കയറുന്നു. വടകരയിൽ വണ്ടി കയറിയപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ നേമത്തേക്ക് വരുന്നു. നേമത്ത് ജനങ്ങൾ പരാജയപ്പെടുത്തി വിട്ടതിനു ശേഷം നേരെ വീണ്ടും വടകരയിലേക്ക് തന്നെ വണ്ടി കയറി പോകുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂരിൽ വരുന്നു. ആ രീതിയിൽ എത്ര നേതാക്കളാണ്. പിന്നീട് നാം കണ്ടത് ഷാഫി പറമ്പിൽ പാലക്കാട് ഒരു MLA ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം വടകര മത്സരിക്കാൻ പോകുന്നു. അതിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മന്ത്രിസ്ഥാനത്ത് ഇന്ന് രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്നു. മന്ത്രിസഭയിൽ സത്യത്തിൽ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും രണ്ടാമനായ രാധാകൃഷ്ണൻ അദ്ദേഹം തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് നേരെ പോയി ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം രാധാകൃഷ്ണൻ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് CPM-ന് എന്തോ ഒരു മുൻവിധി ഉണ്ടായിരുന്നു എന്ന് വേണം, അങ്ങനെയാണ് അത് തോന്നിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു നേതാവ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടാണ്, കുഞ്ഞാലിക്കുട്ടി. അതൊരു ട്രെൻഡായിരുന്നു. എവിടെ ജയിക്കും അവിടെ ജയിക്കും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന രീതിയിൽ അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറുന്നു, തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു. 2019 അദ്ദേഹം ഡൽഹിയിലേക്ക് മത്സരിച്ച് ജയിച്ചു. 2021 ആയപ്പോൾ അവിടുന്ന് രാജിവെച്ചിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ മത്സരിക്കുന്നു. എന്നിട്ട് ഇവിടെ MLA ആകുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭയിലേക്ക്. അങ്ങനെ ജനങ്ങളെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വലിയ രീതിയിൽ സർക്കാരിന്റെ പണം ചിലവാകും. അതുപോലെ തന്നെ ഈ അനാവശ്യ മറ്റു ചിലവുകൾ, ഈ പാർട്ടികൾക്ക് തന്നെ വലിയ രീതിയിൽ ചിലവുണ്ടല്ലോ. ഈ പാർട്ടി ഫണ്ട് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. കാരണം ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ അദ്ദേഹം പറയുകയാണ്, ഈക്വൽ പാർട്ടി ഉൾപ്പെടെയുള്ളവർ എല്ലാ പാർട്ടികളും ഈ സ്ഥാപനങ്ങൾ, ഈ കടകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ പിരിവ് നടത്തുന്നു. അതെങ്ങനെയാണ്? ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. അങ്ങനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്തായാലും അടിയന്തരമായി തന്നെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു, നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു.
അത് വന്നാൽ ഒരു പരിധിവരെയെങ്കിലും ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. കാരണം ഒരേ സമയത്ത് തന്നെ പിരിവ് ഒരെണ്ണം കൊടുത്താൽ മതിയല്ലോ. കാരണം ഒരേ സമയം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ പിരിവ് കൊടുക്കണ്ടല്ലോ. ഒരേ സമയം തന്നെ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എന്തായാലും 2 സീറ്റിൽ മത്സരിക്കാമല്ലോ. ഇത് 2 സമയത്ത് നടക്കുമ്പോഴാണ് നിയമസഭയിൽ മത്സരിച്ച ഒരു നേതാവിന് ലോക്സഭ വരുമ്പോൾ മത്സരിക്കാൻ മോഹം കാണും. അടുത്ത് ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്ന ഒരു നേതാവിന് നിയമസഭയിലേക്ക് ഒരു മോഹം കാണും. പക്ഷേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരു സമയമാണല്ലോ. കാരണം ഇദ്ദേഹത്തിന് 2 സീറ്റിൽ മത്സരിക്കാൻ കഴിയില്ലല്ലോ. ഒരു നിയമസഭയിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി കാണും, ലോക്സഭയിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി. അതുമാത്രമായിരിക്കും ഇതിൽ ഒരു അടിയന്തരമായിട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക. അല്ലാത്ത പക്ഷം ഈ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുക നിരന്തരം. അതെ, അവരുടെ നികുതി പണം ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചെലവഴിച്ചും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കങ്ങൾ നടത്തിയും ഒക്കെ നാനാവിധമായിട്ട് രാജ്യത്തിൻ്റെ വികസനത്തിന് ഉപകരിക്കേണ്ട പണമാണ്. അത് മുഴുവനും ഇത്തരത്തിൽ ചെലവഴിക്കപ്പെടുന്നത് വലിയ കഷ്ടമാണ്. അതുമാത്രമല്ല, പണം മാത്രമല്ല, പിന്നീട് ഇവിടെ റോഡ് കയറുന്നുണ്ടല്ലോ വലിയ രീതിയിൽ പ്രചരണം എന്ന് പറഞ്ഞ്, അതെ, ബൈക്ക് റാലികൾ, വാഹന റാലികൾ, കാൽനട യാത്രകൾ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പിന്നീട് കൊട്ടിക്കലാശം എന്ന് പറഞ്ഞ ഒരു 4-5 മണിക്കൂർ റോഡുകൾ സ്തംഭിപ്പിക്കുക. അത് ഒരു ദിവസം മുഴുവനും പോക്കാം. ഉച്ചയ്ക്ക് ശേഷം നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിൽ വലിയ രീതിയിൽ തന്നെ അത് വെച്ച് നോക്കുമ്പോൾ അൻവർ ഒരു ഈ ദയനീയമായി പരാജയപ്പെട്ടതെന്ന് പറയാൻ കാരണം അദ്ദേഹം ഇനി മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 75,000-ലധികം വോട്ട് നേടിയ വ്യക്തി ഇപ്പോൾ 20,000 ഉള്ളൂ. എന്നിട്ടും അദ്ദേഹം വലിയ പടക്കുതിര എന്ന് പറയുന്നുണ്ട്. പക്ഷെ PC ജോർജ് വിജയിച്ച നേതാക്കളുമുണ്ട്. സ്വതന്ത്രനായി നിന്ന് വിജയിച്ച നേതാക്കളുള്ള കേരളത്തിലാണ് 20,000 വോട്ട് വാങ്ങിയ അൻവറിനെ പടക്കുതിരയാക്കുന്നത്. ആ പടക്കുതിര എന്തായാലും അത്തരം ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടുകാരെ ശല്യപ്പെടുത്താൻ നിന്നില്ല. നാം കണ്ടതാണ് TV ചാനലിലൂടെ. ആ സമയത്ത് അദ്ദേഹം ഒരു ചായക്കടയിൽ നിന്നും ചായയും വടയും കഴിച്ചു നിൽക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്കല്ലേ രാഷ്ട്രീയ പാർട്ടികൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അല്ലാതെ ഈ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, ആ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നതിൽ നിന്നെല്ലാം മാറുക. ഒരു മാറ്റം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നാം വലിയ രീതിയിൽ പ്രബുദ്ധത പറയുകയാണ്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ നിൽക്കുന്നത്, അല്ലെ? ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും ഈ രീതിയിലുള്ള വലിയ ഈ റോഡുകൾ തടസ്സപ്പെടുത്തിയോ അതോടൊപ്പം തന്നെ ഇത്തരം വലിയ ഈ പ്രചരണ പരിപാടികളോ ഒന്നും അങ്ങനെ അമിതമായി അവർ നടത്താറില്ല. പണ്ടായിരുന്നു അതൊക്കെ. ഇപ്പൊ അതിനൊക്കെ വലിയ, ഇപ്പൊ കർണാടകയിൽ തന്നെ നമ്മൾ ഇലക്ഷൻ ആണോ എന്നുള്ളത് അറിയാൻ പോലും സാധിക്കില്ല. ഈ വലിയ രീതിയിലുള്ള പിന്നെ മൈക്ക് അനൗൺസ്മെന്റ്, ഫ്ലെക്സുകൾ, ഇതൊന്നും ഇല്ല. അവിടെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നു, ഈ ലഘുലേഖകളൊക്കെ കൊടുക്കുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നു, ഇതൊക്കെ ചെയ്യും. അപ്പോൾ അവർ വന്ന് തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് വോട്ട് ചെയ്തിട്ട് നാട്ടുകാർ അവരുടെ പണിക്ക് പോകും. കാരണം അവർക്ക് ഒരു ദിവസം പോലും വെറുതെ കളയാനില്ല. സ്വകാര്യ സ്ഥാപനങ്ങളാണ് കൂടുതലും. അവർക്ക് വോട്ട് ചെയ്യാൻ ഒരു നിശ്ചിത സമയം അനുവദിക്കും. നിങ്ങൾ രാവിലെ ആണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് പോയി വോട്ട് ചെയ്തിട്ട് വരിക. 1-2 മണിക്കൂർ അവധി കൊടുക്കും. ബാക്കി സമയം അവർ പ്രവർത്തിക്കും. ഇവിടെ അങ്ങനെയല്ല. അന്ന് പൊതു അവധിയാണ്. ഈ പറഞ്ഞതുപോലെ പിന്നെ എല്ലാവർക്കും, മറ്റിടത്തും സർക്കാർ അവധിയൊക്കെ കൊടുക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾ അവിടെ കാണാറില്ല. അതൊരു സത്യമാണ്. കാരണം അതാ എല്ലാ കാലത്തും കാരണം ഒരു ദിവസത്തെ അവരുടെ വരുമാനം പോയാൽ അത് അവരുടെ GDP-യെ ബാധിക്കും. ആ രീതിയിലുള്ള ഉത്സവങ്ങൾ എന്തായാലും ഇനിയും ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ സൂചിപ്പിച്ചത് 3 നേതാക്കളാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിലൊരു നേതാവ് അത്തരം ചാട്ടവുമായി ബന്ധപ്പെട്ട്, അല്ലെ, BJP പുകഴ്ത്തലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശശി തരൂർ, പിന്നീട് അടൂർ പ്രകാശ്, കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ, KC വേണുഗോപാൽ മനസ്സ് തുറന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി എന്തായാലും അടുത്ത പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ പല സീറ്റുകളും വീണ്ടും ഇലക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ പോയി ക്യൂ നിൽക്കണം. ഈ റോഡുകൾ കയ്യേറും രാഷ്ട്രീയക്കാർ. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.